ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. മഞ്ഞുമാതാവ്. ഓഗസ്റ്റ് 5 മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 352 റോമിലെ കുട്ടികളില്ലാത്ത ധനികരായ ദമ്പതികൾക്ക് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിനോടുള്ള ആദരസൂചകമായി ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 5 കടുത്ത വേനലിൽ റോമൻ എന്ന മിഴി തുറന്നത് ഒരു അത്ഭുത കാഴ്ചയിലേക്കായിരുന്നു. മഞ്ഞൾ ആവരണം ചെയ്യപ്പെട്ട എസ്കലൻ കുന്ന്. വേനലിൽ കാണപ്പെട്ട ഈ പ്രതിഭാസത്തെ അത്ഭുതമെന്ന് റോമൻ ജനത വിശേഷിപ്പിച്ചു. അങ്ങനെ ലിബേരിയോസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ലോകത്തിൽ ഇന്നുവരെ സ്ഥാപിതമായിട്ടുള്ള ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയമായ സാന്ത മരിയ മേജർ പണിയപ്പെട്ടു. ഇന്ന് അത് മാതാവിൻ്റെ ബസിലിക്കയായി അറിയപ്പെടുന്നു. ഈ തിരുനാളിൻ്റെ ദിവ്യബലി മധ്യേ വെളുത്ത റോസാ പുഷ്പദളങ്ങൾ ദേവാലയത്തിൻ്റെ സീലിംഗിൽ നിന്നും പൊഴിച്ചുകൊണ്ട് മാതാവിൽ നിന്നും സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹെലന രാജ്ഞി കൊണ്ടുവന്ന യേശുവിൻ്റെ കുരിശും ഈശോയുടെ പുൽക്കൂടിൻ്റെ ഒരു ഭാഗവും അവിടെ സൂക്ഷിക്കപ്പെടുന്നു.